Hello everyone. ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു കമ്പ്യൂട്ടറിലേക്ക് എങ്ങനെ സോഫ്റ്റ്വെയർസ് ഡൗൺലോഡ് ചെയ്യാന്നുള്ളത്. നമ്മൾ ഒരുപാട് സോഫ്റ്റ്വെയർ ഫ്രീസ് ഉണ്ട്, അല്ലാത്തത് പിന്നെ പെയ്ഡ് സോഫ്റ്റ്വെയർ ആയിരിക്കും. പെയ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഡിസൈനിങ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർ, ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ, ഇൻഡിസൈൻ അതുപോലത്തെ സോഫ്റ്റ്വെയർ, ഓട്ടോകാഡ്, 3D മാക്സ്, ഈ സോളിഡ് വർക്ക്സ് അങ്ങനെയുള്ള വലിയ വലിയ സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ടാവില്ലേ, 10 GB 20 GB ഒക്കെ വരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളൊരു ഒറിജിനൽ നിങ്ങളിപ്പോൾ ഒരു പർച്ചേസ് ചെയ്യുക, ഓൺലൈൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു എമൗണ്ട് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ക്രാക്കഡ് വേർഷൻ, സീരിയൽ നമ്പർ വേർഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബെനിഫിറ്റ്, നിങ്ങളുടെ വർക്ക് കാര്യങ്ങളൊക്കെ നടന്നു പോകും. അതിന് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ മെയിനായിട്ട് ഇത് ഈ സോഫ്റ്റ്വെയർ ഈ കോപ്പി നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോഫ്റ്റ്വെയർ അതിൽ ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പ്രോഗ്രാം ചിലപ്പോൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി അഥവാ ഈ വേർഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ക്യാൻസൽ ചെയ്യാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഇപ്പോൾ എക്സ്പീരിയൻസ്, എനിക്ക് ഇവിടെ ഏകദേശം ഒരു 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ കമ്പ്യൂട്ടർ ഫീൽഡിൽ. ഞാൻ ടെക്നീഷ്യനാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഇപ്പോഴും പഴയ ഫോട്ടോഷോപ്പ് പോലും ഞാൻ ഇപ്പോഴും എനിക്കിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ, എനിക്കിപ്പോൾ യൂസ് ചെയ്യാനും വേണ്ടി പറ്റും. അതിൽ ഒരു ബാനഡോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഡൗൺലോഡ് ചെയ്യണം. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് കുവൈറ്റിലാണ്. ഓക്കെ, അപ്പോൾ നാട്ടിൽ കണ്ണൂരാണ്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് അവിടെ പറ്റില്ല. കാരണം അവിടെ ബ്ലോക്ക്ഡ് ആണ് സൈറ്റ്സ് ഒക്കെ. ഞാൻ ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്ന ഈ സൈറ്റ്സ് ഒക്കെ ബ്ലോക്ക്ഡ് ആണ്. അപ്പോൾ എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ അതൊരു വേറൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, VPN എന്നുള്ളത്, നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സൈറ്റ്സ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പൊതുവെ ഞാനിപ്പോൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഗൂഗിൾ ക്രോം എടുക്കാം. ഗൂഗിൾ ക്രോമിൽ ഫയർഫോക്സ്, സഫാരി, നിങ്ങൾക്ക് ഏതാണ് ഉള്ളത്, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ വാട്ടവർ ഓപ്പൺ ചെയ്യാം. ഞാൻ പൊതുവെ യൂസ് ചെയ്യുന്നത് 1337X എന്ന് പറഞ്ഞ ടൊറൻ്റ് ആണ് ഞാൻ പൊതുവെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ 1337X ഇതിൽ ആപ്ലിക്കേഷൻ പോയി കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് മൊത്തം ഉണ്ടാവും. ഇതിലിപ്പോൾ കാണിക്കുന്നത് അഡോബി ഫോട്ടോഷോപ്പ് 2020. ഇതിൽ വേർഷൻ ഉണ്ടാവും 64 ബിറ്റ്, 32 ബിറ്റ്. ഓക്കെ, ഇതിൽ നിങ്ങളുടെ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഇതിൻ്റെ ഒന്നിച്ചിട്ട് വിത്ത് ക്രാക്ക് വരും. അത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയുന്നത്. ഓക്കെ, 1337X. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു സൈറ്റ്സ് ഉണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്ന് മൈ ഫേവറേറ്റ്സിൽ അല്ലെങ്കിൽ ഈ മറ്റേ ഗൂഗിൾ ക്രോമിലാണെങ്കിൽ ബുക്ക് മാർക്കിൽ നമ്മൾ ബുക്ക് മാർക്ക് ദിസ് പേജ് എന്നിട്ട് ആഡ് ചെയ്യാം. ഡൺ. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അടുത്ത വേറെ ഏതെങ്കിലും സോഫ്റ്റ്വെയർസ് ഇനി പെട്ടെന്ന് എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബുക്ക് മാർക്കിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പെട്ടെന്നൊരു സോഫ്റ്റ്വെയർ വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് പിന്നെയും അവിടുത്തെ പോയി സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ആ സൈറ്റ്സ് ചിലപ്പോൾ ഓപ്പൺ ആയി വരില്ല. അപ്പോൾ ബുക്ക് മാർക്കിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടൈമാണ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ, നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ സെർച്ച് ചെയ്യാൻ, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ വേറൊരു സൈറ്റ്സ് ആണ് ലൈം ടൊറന്റ് എന്ന് പറയുന്നത്. ലൈം ടൊറന്റ് ഇതും ബെസ്റ്റ് ടൊറന്റ് ആണ് സോഫ്റ്റ്വെയർസിന് വേണ്ടിയിട്ട്. പിന്നെ അതുകൂടാതെ നമ്മൾക്ക് മലയാളം മൂവീസ് ടൊറൻസ് ഒക്കെ ഉണ്ടല്ലോ, പുതിയ മൂവീസ് ഒക്കെ കാണാൻ പറ്റും. അതിനും നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ മൂവീസൊക്കെ ഇതെല്ലാം ഡൗൺലോഡ് ചെയ്യുന്നതെല്ലാം ഇവിടുന്ന് തന്നെയാണ്, ടൊറന്റ്. അപ്പോൾ നിങ്ങൾ ഈ ടൊറന്റിൽ ഇപ്പോൾ സോഫ്റ്റ്വെയർ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന വെച്ചാൽ, ഇതിലിപ്പോൾ ഞാനിപ്പോൾ ഫോട്ടോഷോപ്പ് ഇതിപ്പോൾ ഓപ്പൺ ആക്കി എനിക്കിപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു സപ്പോർട്ട് സോഫ്റ്റ്വെയർ ഉണ്ട് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പലർക്കും അറിയുന്നവരായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്, പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. കാരണം എന്നോട് അധികം ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, അതിന്റെ സീരിയൽ നമ്പർ ചോദിക്കുന്നത്, അതിന്റെ ആക്ടിവേഷൻ ചോദിക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പൊ അതിനുള്ള ഇതാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഇത് വിത്ത് ക്രാക്ക് വിത്ത് സീരിയൽ നമ്പർ നിങ്ങൾക്ക് വന്നിടും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ടൊറന്റ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. ഇത് സപ്പോർട്ടിങ് സോഫ്റ്റ്വെയർ ആണ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടൊറന്റ് ടൊറന്റ് നിങ്ങൾക്ക് കുഴപ്പമില്ല. അത് സീരിയൽ നമ്പർ വേർഷൻ ക്രാക്കോ അങ്ങനെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇതിൽ വിൻഡോസിൽ പോവാം, മാക് ആണെങ്കിൽ മാക്, വിൻഡോസ് ആണെങ്കിൽ വിൻഡോസ്, രണ്ടിലും നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. ഇതിൽ ബൈ എന്ന് പറഞ്ഞ ബൈൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇവിടുന്ന് ഏത് പാക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ഡൗൺലോഡ് ചെയ്യാം. ടൊറന്റ് സ്റ്റേബിൾ, ടൊറന്റ് ബീറ്റ, വാട്ടെവർ, കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും ഒന്ന് സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം, ടൊറന്റ്. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തു ടൊറന്റ്.
ഇൻസ്റ്റാളേഷന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ആകും ഓട്ടോമാറ്റിക്കലി. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ യൂട്ടറിൻ്റെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ യൂട്ടറിൻ്റെ നല്ല പ്രോഗ്രാം. ഈ പ്രോഗ്രാം നിങ്ങൾ എങ്ങനെയായാലും കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. ഇതിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കിവിടെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്, ഇവിടെ ഇപ്പോൾ ഈ ടൊറൻറ്റിൽ ഇവിടെ ഇപ്പോൾ ഇതാണ് ഡൗൺലോഡിങ്. നമ്മളിപ്പോൾ എന്തൊക്കെയാണ് ഡൗൺലോഡ് വെച്ചിട്ടുണ്ട് ഇവിടെ മൊത്തം ഇവിടെ കാണിക്കും. ഇവിടെ ഇപ്പോൾ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫോട്ടോഷോപ്പിൽ ഞാനിപ്പോൾ പോയി. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്താ ചെയ്യണമെന്ന് ഈ മാഗ്നറ്റ് ഡൗൺലോഡ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ യു ടൊറൻറ്റ്. അപ്പോൾ എന്തായി, ഇവിടുന്ന് ഡൗൺലോഡ് ആയി ഫോട്ടോഷോപ്പ്. ഇപ്പോൾ ഇവിടുന്ന് ഡൗൺലോഡിങ് ചെയ്ത് ഇവിടെ കാണിക്കും, ഡൗൺലോഡ് സ്പീഡ് കാണിക്കും. നിങ്ങൾക്ക് ഇന്റർനെറ്റിന്റെ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് സ്റ്റില് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് എടുത്ത് കളയാം. ഓക്കെ, അതിനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിനായിട്ട് വിൻഡോസ് 7 നമ്മൾ വിൻഡോസ് 7 8 എല്ലാത്തിനും വലിയൊരു ISO ഉണ്ട് 12 GB. ഇതിൽ XP 7 8 10 എല്ലാം ഉണ്ട്. അതൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ഇട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെയും ഈ 1337X എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ടൊറൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ബെറ്റർ ഇത് തന്നെയാണ് ലൈം ടൊറൻറ്റും. പിന്നെ ഇവിടെ തന്നെ ഉണ്ട് ലൈം ടൊറൻറ്റ്. നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്താലുള്ള ലൈം ടൊറൻറ്റ് ഓപ്പൺ ആവും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സൈറ്റ് നിങ്ങൾ ഇവിടെ ബുക്ക് മാർക്കിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും സോഫ്റ്റ്വെയർ വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ പോകുക, ബാക്ക് അടിക്കുക, നിങ്ങൾക്ക് ഏത് സോഫ്റ്റ്വെയർ ആണ്. ഇതിപ്പോൾ ഇല്ലസ്ട്രേറ്റർ ഇവിടുന്ന് മാഗ്നറ്റ് ഡൗൺലോഡ്. ഓക്കെ, ഇതിപ്പോൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഫയല് വരുന്നത് ചിലപ്പോൾ EXE ഫയൽ ആയിരിക്കില്ല. ഇപ്പോഴത്തെ എല്ലാ സോഫ്റ്റ്വെയർ ഇപ്പം വരുന്നത് ISO ഫയൽ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അത് ഞങ്ങൾക്ക് വേറൊരു വീഡിയോ ഞാൻ വേണമെങ്കിൽ കാണിച്ചിട്ട്, കാരണം ഇതില്ലെങ്കിൽ പിന്നെ ഇത് വീഡിയോ നീണ്ടു പോകും. ISO ഫയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫയലിൽ കംപ്രസ് ചെയ്തിട്ട് വരുന്ന ഫയലാണ്. അപ്പോൾ അതിന് നിങ്ങൾ വേറൊരു പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. പവർ ISO എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. പവർ ISO, ഈ പവർ ISO എന്ന് പറഞ്ഞ പ്രോഗ്രാം നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യണം. അത് നിങ്ങൾക്ക് ഇവിടുന്ന് ഗൂഗിളിൽ നിന്ന് തന്നെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇതൊക്കെ ചെറിയ ചെറിയ സോഫ്റ്റ്വെയർ ആണ്. ഇതൊന്നും പെയ്ഡ് സോഫ്റ്റ്വെയർ ഇത്ര അതിൻ്റെ ആവശ്യമില്ല. പെയ്ഡ് തന്നെ, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽസ് ഒക്കെ ഒരു ISO ഫയലായിട്ടാണ് ഇതിലേക്ക് വരാം. ISO ഫയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്രസ് ചെയ്തിട്ടുള്ള ഫയൽസ് ആണ്. ഏകദേശം ഒരു 35 GB ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഒരു ഫോട്ടോഷോപ്പിൻ്റെ ഒരു CC കളക്ഷൻ ഒക്കെ വലിയ കളക്ഷൻ, മാസ്റ്റർ കളക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 GB അല്ലെങ്കിൽ ഒരു 22 GB ഒക്കെ ആയിട്ട് ഒരു ISO ഫയലായിട്ട് നിങ്ങൾക്ക് തരും. ISO ഫയൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇതുപോലെ ഇരിക്കും. ഇതാണ് ISO ഫയൽ. ഇതുപോലെ വേറൊരു പ്രോഗ്രാമാണ് അക്രോണിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ഫയലായിട്ട് ഇരിക്കും നിങ്ങൾ ഫോട്ടോഷോപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ അതെന്താന്ന് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഈ ഫയൽ നമ്മൾ വിൻസിപ്പ് വിൻഡോറൊക്കെ പോലെ തന്നെ നമ്മൾ ഈ ഫയൽ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് കൂടും. ചിലപ്പോൾ 20 GB എന്നുള്ള ചിലപ്പോൾ 40 GB ഒക്കെ ആയിട്ട് മാറും. അപ്പോൾ അതിന് വഴിവെക്കാണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യാണ്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലേക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. വേറൊരു പ്രോഗ്രാം നിങ്ങൾക്ക് ഇതിലേക്ക് ഡൗൺലോഡ് ചെയ്യണം. പവർ ISO എന്ന് പറഞ്ഞ പ്രോഗ്രാം. അത് വിൻഡോസ് 7 വിൻഡോസ് 8 പിന്നെ XP അതിലുള്ള പഴയ വേർഷനൊക്കെ ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഫയൽ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്കിപ്പോൾ ഒരു വിൻഡോസ് 10 ആണെങ്കിൽ, ഇപ്പോൾ എൻ്റെ വിൻഡോസ് 10 ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫയൽസ് ഇങ്ങനെയാണ് ഉണ്ടാകുക. അപ്പോൾ നിങ്ങളിവിടെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ വിത്ത് വിൻഡോസ് എക്സ്പ്ലോറർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ ഓപ്പൺ ആയി. എക്സ്പ്ലോറർ നിങ്ങൾക്ക് ഇവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഫോട്ടോഷോപ്പ് വാട്ടെവർ ഏത് പ്രോഗ്രാം ആണെങ്കിലും അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ള ഓരോ സോഫ്റ്റ്വെയർ ഞാൻ അടുത്ത വീഡിയോ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ISO ഫയൽ നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പിന്നെ ഓപ്പൺ വിത്ത് വിൻഡോസ് എക്സ്പ്ലോറർ. ഇത് വിൻഡോസ് 10 വിൻഡോസ് 10 ചെയ്യേണ്ട കേസാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ നിങ്ങളിപ്പോൾ ഒരു ഹാർഡ് ഡിസ്കിലൊക്കെ നിങ്ങളിപ്പോൾ ഒരു ഫയൽസൊക്കെ നമ്മൾ സോഫ്റ്റ്വെയറൊക്കെ നമ്മൾ മാറ്റി വെക്കുന്നില്ലേ, അപ്പോൾ നിങ്ങൾ ഈ ISO ഫയലിൻ്റെ കോപ്പി ചെയ്തിട്ട് മാറ്റി വെച്ചാൽ മതി. മറിച്ചിട്ട് നിങ്ങൾ ഈ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഫയലൊക്കെ എടുത്ത് കോപ്പി ചെയ്തിട്ട് ഒരു ഫോൾഡറാക്കി നിങ്ങൾ ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും സിസ്റ്റത്തിലേക്ക് ചിലപ്പോൾ നിങ്ങൾ പോയി ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൽ വൈറസ് അല്ലെങ്കിൽ ചിലപ്പോൾ വൈറസ് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും. പക്ഷെ മറിച്ച് നിങ്ങൾ ISO ഫയലാണ്, ഈ ISO ഫയലാണ് നിങ്ങൾക്ക് അതിൽ ഹാർഡ് ഡിസ്കിലൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വൈറസ് അറ്റാക്ക് ചെയ്യില്ല. അപ്പോൾ നല്ല പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഒരു ഫയലാണ് ISO ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ വിൻഡോസ് 7 വിൻഡോസ് XP അങ്ങനെ വിൻഡോസ് 8 ഉള്ളുന്നുള്ളത് നിങ്ങൾക്ക് ഈ ഫയൽ
നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലാപ്ടോപ്പിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം വേണ്ടുന്നൊരു പവർ ഐ എസ് ഒ എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. പവർ ഐ എസ് ഒ ഇതാണ് പ്രോഗ്രാം, പവർ ഐ എസ് ഒ. അത് നിങ്ങൾക്ക് ഇവിടുന്ന് ഞാൻ പറഞ്ഞ പോലെ ഈ ടൊറൻറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും വിത്ത് സീരിയൽ നമ്പർ. പവർ ഐ എസ് ഒ ഓക്കെ, കാണുന്നില്ലേ? വിത്ത് കീജൻ, വിത്ത് സീരിയൽ നമ്പർ ഇവിടെ കാണിക്കും. വിത്ത് കീജൻ ഇവിടുന്ന് ഡയറക്റ്റ് മാഗ്നറ്റ് ഡൗൺലോഡ് ചെയ്യണം, ഡൗൺലോഡ് ആയിക്കോളും. അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാളേഷൻ ഭയങ്കര ഈസിയാണ്. ജസ്റ്റ് സെറ്റപ്പ് ചെയ്യുക, സെറ്റപ്പ് ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് അടിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, പിന്നെ അതിൻ്റെ സീരിയൽ നമ്പർ ഉണ്ടാവും, സീരിയൽ നമ്പർ ഉണ്ടാവും, കംപ്ലീറ്റ്. ഓക്കെ, ഇതാണ് പവർ ഐ എസ് എന്ന പ്രോഗ്രാം. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഫ്ലാഷ്, നമ്മളിപ്പോൾ വിൻഡോസ് ഒക്കെ, നമ്മളിപ്പോൾ ഒരു ലാപ്ടോപ്പൊക്കെ വിൻഡോസ് ഇപ്പോൾ CD ഒന്നും ഇല്ല, നിങ്ങൾക്ക് ഫ്ലാഷ് വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ USB ഫ്ലാഷ് ഒക്കെ ഉണ്ടാക്കാൻ എല്ലാത്തിനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ CD ബേൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫയൽസ് ISO ഫയൽ, ഇപ്പോൾ ISO ഫയൽ ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത്, ഇതൊക്കെ ഞാൻ ISO ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ, ഇതിപ്പോൾ അക്രോണിസ് പറഞ്ഞ നിങ്ങളുടെ ഫയൽസ് ഇതുപോലെ ഇരിക്കും ISO. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു കമ്പ്യൂട്ടറിലേക്ക് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഈ ഫയൽ പവർ ISO, എന്നിട്ട് മൗണ്ട് ഇമേജ് ടു ഡ്രൈവ്. മൗണ്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഒരു കമ്പ്യൂട്ടർ, നിങ്ങൾ മൈ കമ്പ്യൂട്ടർ തുറന്നു കഴിഞ്ഞാൽ CD-ROM പോലെ വേറൊരു CD-ൻ്റെ ഒരു ഓപ്ഷൻ വരും. അതിപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. G, മൗണ്ട് ഡ്രൈവ് ടു G. അതിപ്പോൾ അത് മൗണ്ടായി. ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ മൈ കമ്പ്യൂട്ടറിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഈ G മൗണ്ട്, ഇതിപ്പോൾ CD-ROM സെപ്പറേറ്റ് ഉണ്ട്, പിന്നെ ഇത് വേറെ ഡ്രൈവ് G. ഈ ഡ്രൈവ് G നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ സെറ്റപ്പ് കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു ഇതുപോലെ നിങ്ങൾ ISO ഫയൽ ഡൗൺലോഡ് ചെയ്ത്, ഇപ്പോൾ ISO ഫയൽ പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ എക്സ്പീരിയൻസിൽ നല്ല സേഫാണ്. നിങ്ങളിപ്പോൾ ഈ ISO ഫയൽ മൊത്തം നിങ്ങളൊരു ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റിയിട്ട് വെച്ചതിനാൽ നിങ്ങൾ ഏത് കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും വൈറസോ കാര്യങ്ങളോ അങ്ങനെ എഫക്റ്റ് ചെയ്യില്ല. മറിച്ചിട്ട് നിങ്ങൾ ഈ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെയുള്ള ഒരു ഫയലാക്കി നിങ്ങൾ മാറ്റി വെച്ച്, നിങ്ങൾ ഈ ഒരു ഫോൾഡറാക്കി നിങ്ങൾ ഹാർഡ് ഡിസ്കിലേക്ക് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്ത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് വൈറസ് അതിലേക്ക് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഈ ISO ഫയലാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമാണ്. ഈ ISO ഫയലാക്കിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മൗണ്ട് ചെയ്താൽ മതി ഏതെങ്കിലും കമ്പ്യൂട്ടറിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ. പക്ഷേ ആ കമ്പ്യൂട്ടറിൽ ISO, ഈ പവർ ISO എന്ന പ്രോഗ്രാം ഉണ്ടായിരിക്കണം, എന്നാലും മാത്രമേ നിങ്ങൾക്ക് മൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വിൻഡോസ് 10-ൽ നമ്മളിപ്പോൾ പുതിയ വിൻഡോസ് അല്ല, വിൻഡോസ് 10-ൽ പുതിയ ഓപ്ഷൻ ഉണ്ട്, വിൻഡോസ് എക്സ്പ്ലോറർ എന്ന് പറഞ്ഞിട്ട്. അതിന് പവർ ISO പ്രോഗ്രാമിൻ്റെ ആവശ്യമില്ല. മറിച്ചിട്ട് വിൻഡോസ് 7 ആണെങ്കിൽ, വിൻഡോസ് XP, പഴയ പ്രോഗ്രാംസ് വിൻഡോസ് 8 ഒക്കെ ആണെങ്കിൽ അതിൽ നിങ്ങൾ പവർ ISO ഇൻസ്റ്റാൾ ചെയ്തേ പറ്റും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതെല്ലാം നിങ്ങൾക്ക് വിൻഡോസ് 10 ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഓപ്പൺ വിത്ത് കൊടുക്കുക, എന്നിട്ട് വിൻഡോസ് എക്സ്പ്ലോറർ കൊടുത്തതിനാൽ അത് ഓപ്പൺ ആയി ഇവിടെ ഫയൽ, ഇവിടെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട സോഫ്റ്റ്വെയർ, ഇത് എങ്ങനെയാണ് പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. എങ്ങനെയാണ് നമ്മൾ ശരിക്കും ഒരു ഫയൽ, നമ്മളൊരു പ്രോഗ്രാം നമ്മൾ ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു ഡ്രൈവാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ 2-3 സോഫ്റ്റ്വെയർ, ഇപ്പോൾ ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേറ്റർ, ഇൻഡിസൈൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഓരോ ഡ്രൈവ് 3, 4 എത്ര വേണമെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. സെറ്റ് ഡ്രൈവ്സ്, 4 ഡ്രൈവ്സ് ഇവിടെ കാണുന്നില്ലേ? മൈ കമ്പ്യൂട്ടറിൽ പോയി കഴിഞ്ഞാൽ 1, 2, 3, 4 ഡ്രൈവ്സ്, 4 ഡ്രൈവ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം, മൗണ്ട് ചെയ്യാം, എത്ര ഫയൽസ് വേണമെങ്കിലും. ഇപ്പോൾ ISO ഫയൽസ് നമ്മൾ ഇവിടുന്ന് ആക്രോണിസിന് മറ്റേ ഇത് ചെയ്തു, മൗണ്ട് ചെയ്തു. അതുപോലെ നിങ്ങൾ വേറെ എന്തെങ്കിലും മൗണ്ട് ചെയ്യാൻ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പവർ ISO, ഇവിടത്തേക്ക് രണ്ടാമത്തെ ഡ്രൈവിലേക്ക് പോവാം. ഇങ്ങനെയാണ് നമ്മൾ ഡ്രൈവ് മൗണ്ട് ചെയ്യുന്നത്. മൈ കമ്പ്യൂട്ടറിൽ പോയി കഴിഞ്ഞാൽ ഞാനിപ്പോൾ രണ്ടാമത്തെ ഡ്രൈവ് മൗണ്ട് ചെയ്തു. ഇതാണ് രണ്ടാമത്തെ ഡ്രൈവ്. ഇങ്ങനെയാണ് ഈ ISO ഫയൽ നമ്മൾ മൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഇനിയിപ്പോൾ പറയാനുള്ളത്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോൾ എൻ്റെ താമസം ഞാൻ കണ്ണൂരാണ്. അപ്പോൾ അവിടെ കണ്ണൂരുള്ള ടൈം, എനിക്കപ്പോൾ നാട്ടിലുള്ള ടൈം എനിക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. നമ്മൾ ഈ സൈറ്റ്സ്, ഈ 1337X ഈ സൈറ്റ്സ് ഒക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആവില്ല. അപ്പോൾ അതിനെന്താണെന്ന് വെച്ചാൽ വേറൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, ഹോട്ട്സ്പോട്ട് ഷീൽഡ് എന്ന് പറഞ്ഞിട്ട്. ഹോട്ട്സ്പോട്ട് ഷീൽഡ്
എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട്. ഈ പ്രോഗ്രാം VPN നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ഹോട്ട്സ്പോട്ട് ഷീൽഡിനോ ഈ പ്രോഗ്രാം ഈ ഹോട്ട്സ്പോട്ട് ഷീൽഡിനോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട്, ഓക്കെ, എൻ്റെ കയ്യിൽ ഓൾറെഡി ഇപ്പോൾ ഇതിലില്ല എന്ന് തോന്നുന്നു, എൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഹോട്ട്സ്പോട്ട് ഷീറ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് നെക്സ്റ്റ് വേറെ ഒന്നുമില്ല, ഒന്ന് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ആ ഫയൽ ഓപ്പൺ ചെയ്യാൻ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. നെക്സ്റ്റ് അടിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അവിടെ ഒരു ഹോട്ട്സ്പോട്ട് ഷീൽഡ് ഇവിടെ ഒരു ചെറിയൊരു നെറ്റ്വർക്കിൻ്റെ ഒരു ഐക്കൺ പോലെ ഇവിടെ ഒരു ഐക്കൺ ഉണ്ടാവും. ഓക്കെ, ഇവിടുന്ന് കണക്ട് ചിലപ്പോൾ ഓൺ ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നമ്മൾ ഹോട്ട്സ്പോട്ട് ഷീൽഡ് നമ്മൾ ഓൺ ചെയ്യാം. ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ സൈറ്റ് സെർച്ച് ചെയ്തതിനാൽ നിങ്ങൾക്ക് ഓപ്പൺ ആവും. അപ്പോൾ നാട്ടിലിപ്പോൾ എനിക്ക് പറ്റിയത് അതാണ്. എനിക്ക് ഇവിടെ നാട്ടിൽ നിന്ന് ഓപ്പൺ ആയിരുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും മൂവീസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ഒരു സൈറ്റ്സ് ഓപ്പൺ ആവില്ല. ഈ ലൈം ടൊറൻ്റ് ആയാലും 337X ആയാലും ഏത് ടൊറൻ്റ് എല്ലാം ബ്ലോക്കിലാണ്. അപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാം ഈ ഹോട്ട്സ്പോട്ട് ഷീൽഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓൺ ആക്കിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ട പിന്നെ കാര്യങ്ങളൊക്കെ ടൊറൻ്റ് സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾ ഇന്റർനെറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ ഇന്റർനെറ്റ് ഫാസ്റ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡൗൺലോഡ് ആയിക്കോളും. ഇതിൽ തന്നെ എല്ലാം ഉണ്ട്. മൂവീസ് ഉണ്ട്, ഗെയിംസ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഉണ്ട്, ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗെയിംസ് എല്ലാം വിത്ത് ക്രാക്കഡ് തന്നെയാണ്, എല്ലാം ക്രാക്കഡ് വേർഷനാണ്, ഒന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള ഫോട്ടോഷോപ്പ്, ഓട്ടോക്യാഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ ക്രാക്ക് ചെയ്യാം, എങ്ങനെ ആക്ടിവേഷൻ ചെയ്യാം എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അത് കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ആവശ്യങ്ങൾ, വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിനുള്ള ആൻസർ ഞാൻ അടുത്ത വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരേക്കും താങ്ക് യു. ഗുഡ് ബൈ.